ഇപ്പോൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലൈഫ് മിഷൻ എന്ന് കേൾക്കുമ്പോൾ ഇവർക്ക് ഹാലിളകാൻ തുടങ്ങിയിട്ടുള്ളത് ഈ ഘട്ടത്തിലല്ല. ഇപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ UDF കൺവീനർ പത്രസമ്മേളനം നടത്തി പറഞ്ഞതിൻ്റെ ഓർമ്മ നമുക്കുണ്ടാകും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും എന്നുള്ളതായിരുന്നു അന്ന് MM ഹസൻ പറഞ്ഞത്. കേരളത്തിലെ ജനങ്ങളാകെ പറഞ്ഞു ലൈഫ് മിഷൻ ഈ നാടിനകത്ത് നിലനിൽക്കണം, ലൈഫ് മിഷനുമായി മുന്നോട്ട് പോകുന്ന സർക്കാർ ഈ നാടിനകത്ത് വേണമെന്നതിൻ്റെ ഈ നാട്ടിലെ ജനങ്ങളുടെ തീരുമാനമായിരുന്നു 2021 കേരളം കണ്ടത്. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു പതിറ്റാണ്ടുകളോളം ഇവർക്ക് MLA ഉണ്ടായിരുന്ന, മന്ത്രി ഉണ്ടായിരുന്ന നിയോജക മണ്ഡലമാണ്. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം 2323 കുടുംബങ്ങൾക്കാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായത്. തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ഒരു ഘട്ടത്തിൽ പോലും അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് കരുതിയിരുന്ന മനുഷ്യർ, അങ്ങനെ ഉണ്ടായിരുന്ന കുടുംബങ്ങളെയാണ് അവർക്ക് സ്വന്തമായി വീട് ലഭ്യമാകുന്ന നിലയിലേക്കുള്ള ഇടപെടൽ ഈ ഗവൺമെന്റ് നടത്തിയിട്ടുള്ളത്. ഈ വിധത്തിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ ക്ഷേമ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും ഇവർക്ക് ആക്ഷേപമാണ്. നമുക്ക് കണക്കെടുത്ത് പരിശോധിക്കാം. ദീർഘകാലം ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന മുൻ കോൺഗ്രസിന്റെ MLA ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ദീർഘകാലം MLA ആയി പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഈ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം യാഥാർത്ഥ്യമാക്കിയ എത്ര ഭവനങ്ങളുണ്ട്? കഴിഞ്ഞ 9 വർഷക്കാലത്തിനിടയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് യാഥാർത്ഥ്യമാക്കിയ എത്ര ഭവനുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കണക്കെടുപ്പ് നടത്താൻ ഒരു പ്രയാസമില്ല.